കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രയോജനപ്രദമായ ചില വാക്കുകളെക്കുറിച്ചും ആ വാക്കുകൾ ഉപയോഗിച്ചുള്ള വാചകങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബ് അല്ലെങ്കിൽ ക്രിയ എന്താണ്? അതാണ് വെയ്ക്ക് അപ്പ്. ഇത് ഒരു ഫ്രേസൽ വെർബാണ്. അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള ഒരു വെർബിനെ, ക്രിയയെ നമ്മൾ ഫ്രേസൽ വെർബ് എന്നാണ് പറയുന്നത്. ശരി, ഈ വെയ്ക്ക് അപ്പ് അല്ലെങ്കിൽ എഴുന്നേൽക്കുക, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില വാചകങ്ങൾ നോക്കാം. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ 6ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മലയാളത്തിൽ നമ്മൾ വാക്കുകൾ പറയുന്ന അതേ ഓർഡറിലല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പോൾ ഈ വാചകം അതേപടി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയിരിക്കും നോക്കാം. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ 5 മണിക്ക് at 5 o'clock എഴുന്നേൽക്കുന്നു. വെയ്ക്ക് അപ്പ്. at 5 o'clock വെയ്ക്ക് അപ്പ്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ നമ്മൾ ഓടിക്കും. കാരണം അവരങ്ങനെ അല്ലാതെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിയായിട്ട് എങ്ങനെയാണ് പറയേണ്ടത്? ഐ വെയ്ക്ക് അപ്പ് at 5 o'clock. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി? വളരെ എളുപ്പമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ആദ്യം വരുന്നത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർത്താവാണ്. ഞാൻ, അത് അങ്ങനെ തന്നെ ഐ എന്ന് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ആദ്യം അതാണ് വരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മലയാളത്തിൽ ഈ ക്രിയ എവിടെയാണ് കിടക്കുന്നത്? സെന്റൻസിന്റെ ഏറ്റവും അവസാനമാണ്, അല്ലേ? എഴുന്നേൽക്കുന്നു, അത് അവസാനമാണ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വെർബ് വരണം, കർത്താവ് കഴിഞ്ഞാൽ ഉടനെ ക്രിയ വരണം. അപ്പോൾ എങ്ങനെ വരും? ഐ കഴിഞ്ഞിട്ട് വെയ്ക്ക് അപ്പ് എന്ന് പറയും. ഐ വെയ്ക്ക് അപ്പ്. എപ്പോൾ? 5 മണിക്ക് at 5 o'clock. ഐ വെയ്ക്ക് അപ്പ് at 5 o'clock. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പോഴും ഐ വെയ്ക്ക് അപ്പ് എന്നുള്ളത് ആദ്യം വേണം. ഐ വെയ്ക്ക് അപ്പ്. പിന്നെ രാവിലെ 5 മണിക്ക് എന്നുള്ളത് 5 മണി കഴിഞ്ഞിട്ടാണ് രാവിലെ എന്ന് നമ്മൾ പറയേണ്ടത്. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഐ വെയ്ക്ക് അപ്പ് at 5 o'clock in the morning. ഞാൻ രാവിലെ 4:45 എഴുന്നേൽക്കുന്നു. ഐ വെയ്ക്ക് അപ്പ് at 4:45 in the morning. ഈ 4:45 എന്നുള്ളത് വേറെ രീതിയിലും പറയാറുണ്ട്. അതായത് 5 ആകാൻ 1/4 മണിക്കൂർ ഉള്ളപ്പോൾ എന്ന അർത്ഥത്തിൽ 4:45 എന്ന് പറയാറുണ്ട്. ഐ വെയ്ക്ക് അപ്പ് at 4:45 in the morning. ഇത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എന്നാൽ മറ്റൊരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകരുത്. ഇതെന്താണ് 4:45 എന്നൊക്കെ പറഞ്ഞാൽ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ഇത്രയേ ഉള്ളൂ. 4:45 4:45 എന്ന് പറയുന്നത്. ഞാൻ രാവിലെ 4:30 എഴുന്നേൽക്കുന്നു. ഐ വെയ്ക്ക് അപ്പ് at 4:30 in the morning. 4:30 എന്നുള്ളത് 4 കഴിഞ്ഞ അരമണിക്കൂർ എന്ന നിലയിൽ പറയാറുണ്ട്. half past 4. ഐ വെയ്ക്ക് അപ്പ് at half past 4 in the morning. അല്ലെങ്കിൽ ഐ വെയ്ക്ക് അപ്പ് at 4:30 in the morning. ഞാൻ രാവിലെ 4:15 എഴുന്നേൽക്കുന്നു. ഐ വെയ്ക്ക് അപ്പ് at 4:15 in the morning. അല്ലെങ്കിൽ ഐ വെയ്ക്ക് അപ്പ് at 4:15 in the morning. 4:15. 4 കഴിഞ്ഞ് 1/4 മണിക്കൂർ ആകുമ്പോൾ 4:15. ഐ വെയ്ക്ക് അപ്പ് at 4:15 in the morning. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു എന്നെങ്ങനെ പറയും? എഴുന്നേൽക്കുക അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നു എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്. അതല്ലേ? വെയ്ക്കപ്പിൻ്റെ പാസ്റ്റ് വോക്ക് അപ്പ് എന്നാണ്. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ്. ഐ വെയ്ക്ക് അപ്പ് എന്നുള്ളത് ഐ വോക്ക് അപ്പ് എന്നായി. ഐ വോക്ക് അപ്പ് at 5 o'clock. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് at 5 o'clock. ടുഡേ മോർണിംഗ് എന്നല്ല, ദിസ് മോർണിംഗ് എന്നാണ്. എൻ്റെ 7ാമത്തെ ക്ലാസ്സിൽ ഞാൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ വോക്ക് അപ്പ് at 5 o'clock ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് at 5 o'clock ടുഡേ. ഇന്നിന് ടുഡേ എന്ന് തന്നെ പറയണം. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടുഡേ മോർണിംഗ് പറയുകയില്ലാത്തത്. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് ഏർലി ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് വെരി ഏർലി ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത്. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. വളരെ എളുപ്പമാണ് ഇംഗ്ലീഷ്. ഞാൻ ഇന്ന് വളരെ വൈകിയാണ് എഴുന്നേറ്റത്. ഐ വോക്ക് അപ്പ് വെരി ലേറ്റ് ദിസ് മോർണിംഗ്. ഒരു സംഭാഷണം എന്ന് പറയുമ്പോൾ അതിൽ ചോദ്യങ്ങൾ അനിവാര്യമാണ്. ചോദ്യങ്ങളില്ലെങ്കിൽ സംഭാഷണം പെട്ടെന്ന് നിന്ന് പോകും. അപ്പോൾ നിങ്ങളിൽ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള മാർക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്കൊരാഗ്രഹം. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത്? എപ്പോഴാണ് നീ രാവിലെ എഴുന്നേൽക്കുന്നത്? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? എപ്പോഴാണ് നീ? അതിന് ഉള്ള ഒരു കോമ്പിനേഷനാണ് വെൻ ഡു യു. വെൻ ഡു യു, എപ്പോഴാണ് നീ? പതിവായി ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് കോമ്പിനേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. വെൻ ഡു യു, അല്ലെങ്കിൽ വാട്ട് ഡു യു, അല്ലെങ്കിൽ വേർ ഡു യു, വൈ ഡു യു, ഹൗ ഡു യു, ഇതൊക്കെ. അപ്പോൾ എപ്പോഴാണ് നീ രാവിലെ എഴുന്നേൽക്കുന്നത്? വെൻ ഡു യു. യു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരണം? യു ആണ് ഇവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്. കർത്താവ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്രിയ വരണം. അപ്പോൾ വെൻ ഡു യു വേക്ക് അപ്പ്. വെൻ ഡു യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. എപ്പോഴാണ് നീ രാവിലെ എഴുന്നേൽക്കുന്നത്?
എന്തുകൊണ്ടാണ് നീ രാവിലെ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? എന്തുകൊണ്ടാണ് നീ? വൈ ഡു യു wake up? Why do you wake up ഇത്ര നേരത്തെ? So early. Why do you wake up so early in the morning? എന്താണ് നീ രാവിലെ കഴിക്കുന്നത്? എന്താണ് നീ? What do you eat in the morning? What do you eat in the morning? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ഇന്ന് അവിടെയാണോ കിടക്കുന്നത്? അപ്പോൾ അവിടെ കുറേ മുറികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എവിടെയാണ് നീ ഉറങ്ങുന്നത്? എവിടെയാണ് നീ? Where do you sleep? നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാരൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണ്. അവിടുത്തെ ഹൗസ് ഓണർ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഇവിടെ കഴിയുന്നത്? എങ്ങനെയാണ് നീ? ഹൗ ഡു യു സ്റ്റേ ഹിയർ? അല്ലെങ്കിൽ ഹൗ ഡു യു ലീവ് ഹിയർ? അതുമല്ലെങ്കിൽ ഹൗ ഡു യു അഡ്ജസ്റ്റ് ഹിയർ? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വാചകങ്ങളും ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.